ഹലോ, വെൽക്കം ബാക്ക് ടു റോഷ്നീസ് വ്ലോഗ്സ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ ഒരു ഈവനിങ് വ്ലോഗാണ്, അതൊരു ഡിന്നർ വ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഞാനിതെൻ്റെ ചപ്പാത്തിയും കുറുമക്കറിയുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചപ്പാത്തിക്ക് ആശീർവാദിൻ്റെ ആട്ടയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് എത്ര ആവശ്യമുള്ള മാവെടുത്തതിന് ശേഷം അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. പിന്നെ പല ബാച്ചുകളായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താണ് നമ്മളത് കുഴച്ച് എടുക്കുന്നത് കേട്ടോ. അപ്പം അത് കുഴയ്ക്കുമ്പം എപ്പോഴും ഒരു ഹാഫ് അവർ അല്ലെങ്കിൽ അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെയെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്ന ടൈം കണ്ട് വേണം നമ്മളത് കുഴച്ച് വയ്ക്കണം. എങ്കിൽ മാത്രമാണ് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. ഇനി നമുക്ക് സമയമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുക്കും, കുറച്ച് സോഫ്റ്റ്നെസ് കുറവായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഇതെപ്പോഴും ഇങ്ങനെ ചെയ്യുവാണെങ്കിലാണ് കൂടുതൽ സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഇതന്നെ നമ്മൾ ചപ്പാത്തി നല്ലതുപോലെ കുഴച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം ഓയിലും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഓയിൽ എന്നൊന്നും ഇല്ല കേട്ടോ, കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ എനി ഓയിൽ നമ്മൾ അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അടച്ചു വെച്ചു. അപ്പോൾ അതിന് ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ചായ ഒന്നും കുടിച്ചില്ലായിരുന്നു. അപ്പോൾ ചായ ഇട്ടു. അപ്പോൾ പാല് തിളയ്ക്കാൻ വെച്ച സമയത്ത് ഞാനിതാണ്ട് വെജീസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുമായിരുന്നു കുറുമയ്ക്ക് വേണ്ടി. ഇപ്പോൾ ക്യാരറ്റ് ഒരെണ്ണം, ബീൻസ് ഒരു 2-3 എണ്ണം, ഒരു പൊട്ടാറ്റോ, പിന്നെ ഒരു ടൊമാറ്റോയും കൂടെയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ വാഷ് ചെയ്തു. എന്നിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ കുക്കറിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ചായക്ക് വെച്ച പാല് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 ഏലക്കയൊക്കെ ഒന്ന് ചതച്ച് ഇടാം എന്ന് വിചാരിച്ച് നമ്മളത് ചതച്ച് ഇടുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചായപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാനൊരല്പം ചായപ്പൊടി കൂടുതൽ ഇടുന്ന ആളാണ്, കാരണം എനിക്ക് ഇത്തിരി സ്ട്രോങ് ആയിട്ട് വേണം ചായ കുടിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് അല്പം ചായപ്പൊടി കൂടുതൽ ഇടുന്നുണ്ട്. കണ്ണൻ ദേവൻ സ്ട്രോങ് ചായപ്പൊടിയാണ് നമ്മളതിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. സ്ട്രോങ് ചായ വേണം എന്ന് മാത്രമല്ല കേട്ടോ, കുറച്ച് വീശി അടിച്ച ചായയും കൂടെ വേണം. അത് ഇച്ചിരി നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ വേറെ ആരെക്കൊണ്ടും ചായ ഒന്നും എടുപ്പിക്കാറില്ല, പരമാവധി ഞാൻ തന്നെ എടുക്കാറുള്ളൂ. അപ്പോൾ ഞാനതൊരു കപ്പിലേക്ക് അരിച്ചെടുത്തു. എന്നിട്ട് 2 ഗ്ലാസ്സുകളിലേക്ക് മാറ്റുകയാണ് കേട്ടോ, കപ്പുകളിലേക്ക്, എന്ത് വേണേലും പറയാം, വലിയ സാധനമല്ലേ. അത്യാവശ്യം വയറ് നിറയാൻ മാത്രം ഉണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ വീശിയടിച്ച് ചായ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുടിച്ച് തന്നെ നമ്മളുടെ പുറത്ത് വെച്ചിരിക്കുന്ന മണി പ്ലാന്റുകൾ ഇരിക്കുന്നിടത്തേക്ക് പോയി അവിടെ കുറച്ച് നേരം അതിനെ ഒന്ന് നോക്കിയതിന് ശേഷം തിരിച്ചിട്ട് വന്നിട്ട് നമ്മൾ കുറുമയ്ക്ക് വേണ്ടി തേങ്ങയുടെ കൂട്ട് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ തേങ്ങയൊക്കെ ചിരകി എടുത്തിട്ടുണ്ട്. തേങ്ങ, പെരുംജീരകം, ഗ്രാമ്പൂ, ഏലക്ക, കറുകപ്പട്ട, ഇത്രയുമാണ് കേട്ടോ ഞാൻ അതിലേക്ക് സ്പൈസസ് ആയിട്ട് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും കൂടി, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കണം വേണം. ഞാൻ ഇച്ചിരി പേസ്റ്റാക്കാൻ നോക്കിയത്, ഇച്ചിരി വെള്ളം കൂടിപ്പോയി കേട്ടോ. അപ്പോൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിൻ്റെ കൂടെ ആഡ് ചെയ്ത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് അതിലേക്ക് പാകത്തിനുള്ള കുരുമുളക്, ഗരം മസാലപ്പൊടി, കറി മസാല ഇതൊക്കെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ കുറുമ റെഡിയായി കേട്ടോ. അപ്പോൾ തന്നെ നമ്മളിനി ചപ്പാത്തിയിലേക്ക് പോകണം. നോക്കി നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തിയാണ്. നല്ല ബോൾസൊക്കെ പിടിക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കിതുപോലെ നല്ല സോഫ്റ്റായിട്ട് ചപ്പാത്തി ഉണ്ടാക്കണമെങ്കിൽ അല്പസമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ ഈ തടിയുടെ പലകയിലിട്ടാണ് ഇതൊന്നും ചപ്പാത്തി പരത്തിയെടുക്കുന്നത് കേട്ടോ. സാധാരണ എല്ലാവരും പറയാറുണ്ട് അത്യാവശ്യം നല്ല റൗണ്ട് ഷേപ്പിലുള്ള ചപ്പാത്തിയാണ് കിട്ടുന്നത്. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ. ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും എനിക്ക് വേണ്ടി തനിച്ച് കുറേ കാലങ്ങളായിട്ട് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടും മാത്രമായിരിക്കാം ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെ അതെന്തെങ്കിലുമൊക്കെ ആകട്ടെ അല്ലേ. അപ്പോൾ ഞാനിതെൻ്റെ ചപ്പാത്തി ചുട്ട് എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ആളുടെ ആവശ്യം അനുസരിച്ച് മാത്രമേ ചപ്പാത്തി ചൂടാറുള്ളൂ കേട്ടോ. കുറേ ചപ്പാത്തി ഒന്നും ചുട്ടിവിടെ എടുത്ത് വയ്ക്കാറേ ഇല്ല. എന്നാൽ എപ്പോഴും എല്ലാവർക്കും ചൂടായിട്ട് തന്നെ കഴിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിച്ചാച്ചയ്ക്ക് ഇത്ര, ജിയാക്കുട്ടിക്ക് ഇത്ര, നമുക്കൊരു കണക്കറിയാമല്ലോ. ആ കണക്കിനനുസരിച്ചുള്ള ഫുഡ് മാത്രമേ ഞാനിവിടെ ഉണ്ടാക്കാറുള്ളൂ. അധികം ഉണ്ടാക്കി വേസ്റ്റ് ചെയ്യുന്നതിനോട് എനിക്കൊട്ടും താല്പര്യമില്ല. പിന്നെ നമ്മളുടെ ഒരു കഴിക്കുമായിരിക്കും എന്ന് വിചാരിച്ച് ഉണ്ടാക്കി
ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നതല്ലാതെ പരമാവധി അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് വേസ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി തന്നെ വളരെ കുറച്ച് അളവിലുള്ള ഫുഡ് മാത്രമേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ. കാരണം ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ആ 3 പേർക്കുള്ള ഫുഡ് മാത്രം മതിയല്ലോ. കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഫുഡ് കിട്ടാതെ വിഷമിക്കുന്നവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയതിനെ കളയാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ. അപ്പോൾ അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം. അപ്പം വീഡിയോ കാണാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. ഓക്കെ, ബൈ.